മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നൊരു വാർത്താ സമ്മേളനം വരുന്നു എന്ന് പറയുമ്പോൾ എത്രയെത്ര ചോദ്യങ്ങൾ, അതായത് വിവാദങ്ങളുടെ പേരിൽ കൈ ചൂണ്ടപ്പെട്ടതിന്റെ പേരിൽ ഇതുവരെ മിണ്ടാതിരുന്ന കാര്യങ്ങളിൽ മുഴുവൻ ഉള്ള മറുപടിയാണ് അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചത്. ശരിയാണ്, വയനാട് ദുരിതാശ്വാസ വിതരണവുമായി ബന്ധപ്പെട്ട്, ധനസഹായ വിതരണവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ അദ്ദേഹം കൃത്യമായി, ഒരുപക്ഷെ ശക്തമായി, നിശ്ചിതമായി കീറിമുറിച്ചുള്ള മറുപടി പറയുന്നു. അതിനുശേഷം അദ്ദേഹം തനിക്കെതിരെ, ഓഫീസിനെതിരെ, പാർട്ടിക്കെതിരെ, അൻവറിന്റെ ഭാഗത്തു നിന്ന്, പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന്, മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഉയർന്ന ആരോപണങ്ങൾ മറുപടി പറയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിൽ തനിക്കെതിരെ ഉയർന്ന എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി രാഷ്ട്രീയമായി പറഞ്ഞു കഴിഞ്ഞു. തീർച്ചയായിട്ടും. കാരണം മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ നിയമപരമായി എടുക്കുന്ന നിലപാടുകളെ സംബന്ധിച്ചുള്ള സൂചനകളുണ്ട്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകളുണ്ട്. ഇതിനെല്ലാം ഉപരി ഇടതുമുന്നണി എന്ന നിലയിൽ സർക്കാരും ഇടതുമുന്നണിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഇടതുമുന്നണി നേതാക്കൾക്കുള്ള മറുപടിയുണ്ട്. സർക്കാരിലെ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നടപടി ഉണ്ടാകുമെന്നുള്ള മറുപടിയുണ്ട്. അങ്ങനെ പൂർണ്ണമായിട്ടും ഞാൻ എഴുന്നേറ്റ് പോകുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നത് 6 തവണയാണ് ആ വാർത്താ സമ്മേളനത്തിൽ. അങ്ങനെ എനിക്ക് സമയമുണ്ട്, ഞാൻ ഇരുന്നോളാം, നിങ്ങളുടെ എല്ലാം. അതോടൊപ്പം തന്നെ വാർത്താ സമ്മേളനം തുടങ്ങുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് ക്ഷമയോടെ നിങ്ങൾ കേൾക്കണം എന്നുള്ളത്. ആ ക്ഷമയോടെ കേൾക്കുന്നത് 1 മണിക്കൂറാണ്. ആ 1 മണിക്കൂറിൽ അദ്ദേഹം വയനാടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാധ്യമങ്ങൾ സ്വീകരിച്ച നിലപാടിനെ അതിരൂക്ഷമായി വിമർശിക്കുകയാണ്. ആ വാർത്തയിൽ വന്നിട്ടുള്ള വീഴ്ചകൾ എടുത്തു കാട്ടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ പ്രേക്ഷകരും നമ്മളുമെല്ലാം പ്രതീക്ഷിക്കുന്നത് ADGP അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം എന്ത് മറുപടി നൽകുമെന്നാണ്. അതിൽ അദ്ദേഹം മുമ്പ് നൽകിയിട്ടുള്ള മറുപടി ആവർത്തിക്കാൻ മാത്രമാണ് ചെയ്തത്. ഒരു അന്വേഷണം നടക്കുന്നുണ്ട്, ആ അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് ആ റിപ്പോർട്ട് ലഭിക്കുന്നതനുസരിച്ചുള്ള നടപടികളുണ്ടാകും. ഏതെങ്കിലും പുഴുക്കുത്തുകൾ ഇതിനകത്തുണ്ടോ എങ്കിൽ അവർ പുറത്തു പോകുമെന്ന് അദ്ദേഹം കോട്ടയത്ത് പോലീസ് അസോസിയേഷന്റെ സമ്മേളനത്തിൽ ആദ്യം പറഞ്ഞിരുന്നു. അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതേ നിലപാട് തുടരുകയാണ് ചെയ്യുന്നത്. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ മാസം 24-ാം തീയതി റിപ്പോർട്ട് കിട്ടുമ്പോൾ അതനുസരിച്ചുള്ള നടപടി ഉണ്ടാകുമെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇനിയും രാഷ്ട്രീയപരമായിട്ടുള്ള ചില നീക്കങ്ങൾ ഉണ്ടായിരുന്നു. RSSുമായി ബന്ധപ്പെട്ടിട്ടുള്ള CPMന്റെ കൂടിക്കാഴ്ചകൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെ കൂടിക്കാഴ്ചകളൊക്കെ എന്നെ ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പ്രതിപക്ഷ നേതാവിൻ്റെ അജണ്ടയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. എന്നാൽ കോൺഗ്രസിൻ്റെ മുൻകാലങ്ങളിലുള്ള ഇടപെടലുകൾ എന്തായിരുന്നു, അത്തരം പോലീസ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ട് എന്താണ് എന്നുള്ള ആരോപണവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം, 2 കാര്യങ്ങൾ അദ്ദേഹം ഊന്നി പറയുന്നുണ്ട്. ഒന്ന്, വയനാടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് എന്താണെന്ന്. മറ്റൊന്ന്, അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ PV അൻവർ എടുത്ത നിലപാടിനെ അദ്ദേഹം എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. PV അൻവർ പുറത്തേക്ക് പോകുന്നു എന്ന് മാത്രമേ ഇതിനകത്ത് പറയാൻ സാധിക്കുകയുള്ളൂ. എന്ന് മാത്രമല്ല, PV അൻവറുമായി ഈ CPM ആദ്യമേ തന്നെ, അത് MV ഗോവിന്ദൻ മാസ്റ്റർ ആയാലും ശരി, TP രാമകൃഷ്ണൻ ആയാലും, ഈ 2 നേതാക്കളും PV അൻവറിന് പരോക്ഷമായ രീതിയിൽ തന്നെ ചില മറുപടികൾ നൽകിയിരുന്നു. ഒരു ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ PV അൻവർ ഇനി മിണ്ടരുത്, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് പാർട്ടി അറിയിക്കുക, അല്ലെങ്കിൽ സർക്കാരിനെ അറിയിക്കുക, മാധ്യമങ്ങൾക്ക് മുമ്പിലോ അല്ലെങ്കിൽ പരസ്യമായ വാർത്താ സമ്മേളനങ്ങളോ നടത്താൻ പാടില്ല എന്നുള്ള നിലപാട് പാർട്ടി സ്വീകരിക്കുകയും അതനുസരിച്ചൊരു ഫോർമുല മുന്നോട്ട് വെക്കുകയും ചെയ്തു. എന്നാൽ PV അൻവർ പൂർണ്ണമായിട്ടും 1 ആഴ്ചയ്ക്ക് ശേഷം അതിനെ ലംഘിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. അതോടുകൂടിയാണ് ഇന്ന് ഈ വാർത്താ സമ്മേളനം നടത്തി PV അൻവർ എന്ത് പറയുന്നു, പാർട്ടി എവിടെ നിൽക്കുന്നു, സർക്കാർ എവിടെ നിൽക്കുന്നു എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുത്തി കൊടുക്കാനും PV അൻവറിൻ്റെ ആരോപണങ്ങളുമായി വന്നുകൊണ്ട് ഈ സർക്കാരിനെയോ മുന്നണിയോ പാർട്ടിയോ പ്രതിസന്ധിയിലാക്കുവാൻ സാധിക്കില്ല. P ശശിക്ക് എത്രമാത്രം പിന്തുണ നൽകുന്നുണ്ട് എന്നും വ്യക്തമാക്കുവാൻ വേണ്ടി തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, അദ്ദേഹം ഓരോ ചോദ്യങ്ങൾക്കും മറുപടി പറയുമ്പോഴും കൃത്യമായി പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ ആരോപണം ഉയർന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയില്ല. അതേസമയം ആരോപണത്തെക്കുറിച്ച് അന്വേഷിച്ച് അതിൽ അദ്ദേഹം തെറ്റുകാരനാണെങ്കിൽ അത് ഏത് ഉന്നതനായാലും ആ ആൾക്കെതിരെ നടപടി ഉണ്ടാകും. ഇതിൽ നിന്ന് എല്ലാം വ്യക്തമാണ്. മധു.